وقال فرعون يا هامان ابن لي صرحا لعلي أبلغ الأسباب. തന്റെ മന്ത്രിയായ ഹാമാനോട്, ഹാമാനെ ആകാശത്തേക്ക് ഒരു ഗോപുരം പണിയേ, മുകളിൽ കയറിയിട്ട് മൂസാടെ അള്ളാനെ ഞാൻ അമ്പെയ്ത് വീഴ്ത്തട്ടെ. ആയിരക്കണക്കിന് അനുയായികളെ ചുറ്റുഭാഗത്ത് നിർത്തി അമ്പര ചുമടിയായ ഗോപുരത്തിന്റെ മുകളിൽ കയറിയിട്ട് അള്ളാനെ അമ്പെയ്ത ആളാണ് ഫറോവ. അള്ളാഹു ജിബ്രീലിനോട് പറഞ്ഞു, ആ അമ്പ് പിടിച്ചെടുക്ക്, ആടിന്റെ രക്തം പുരട്ടി താഴോട്ടിട്ട് കൊടുക്കൂ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അമ്പ് പിടിച്ചിട്ട് ആടിന്റെ രക്തം പുരട്ടി ഫറോവയുടെ അടുക്കലേക്ക് തിരിച്ചിട്ട് കൊടുത്തു. ആളുകൾ നോക്കുമ്പോ കണ്ടോ, രക്തം പുരണ്ട അമ്പ് ആകാശത്തിന്റെ മാറ് തുറച്ചിട്ട് തിരിച്ചു വരികയാ. ആടിന്റെ രക്തം പുരണ്ട അമ്പ് കയ്യിലെടുത്തിട്ട് താഴെ നിൽക്കുന്ന ജനകോടികളുടെ നേരെ ചുരുത്തി കാണിച്ചിട്ട് ഫറോവ അട്ടഹസിച്ചു വെത്രേ. കത്തൽത്തു റബ്ബി മൂസ, ഞാൻ മൂസാടെ റബ്ബിനെ കൊന്നിരിക്കുകയാ. മൂസ പറഞ്ഞ മഴ പെയ്യിപ്പിക്കുന്ന അല്ലാഹുവിനെ ഫറോവ കൊന്നിരിക്കുന്നു. ഇനി മുതൽ അന റബ്ബുക്കുമുൽ അഅ്ലാ, ഇനി മുതൽ ഞാനാണ് അല്ലാഹ്, ഇനി ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ മനുഷ്യന്റെ കിടപ്പറയിലെ ഭാര്യയായിരുന്നില്ല പെങ്ങളെ ആസിയാബീവി ജീവിച്ചതെങ്ങനെയാ? ആരോരും അറിയാതെ തന്റെ ഭർത്താവ് അല്ലാഹ് പറയുന്ന ആയിരക്കണക്കിന് ആളുകളെ നദിയിലെറിഞ്ഞ് കൊല്ലുമ്പോ, നൈൽ നദി നിരപരാധികളുടെ മയ്യത്തുകൾ നിറഞ്ഞു കിടക്കുമ്പോ തന്റെ ഭർത്താവ് 10,000കണക്കിന് ആളുകളെ അല്ലാഹുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ കൊന്നൊടുക്കുമ്പോ ആരും അറിയാതെ റൂമിന്റെ ഉള്ളില് പടച്ചറപ്പിന്റെ മുന്നിൽ നിസ്കാരത്തിൽ പോയ പെണ്ണല്ലോ ബഹുമാനപ്പെട്ട ബീവി ആസിയ റളിയല്ലാഹു തആല അൻഹാ. ഒരു ദിവസം ഫറോവ കേട്ടു അല്ലാഹു വിളിക്കുന്നത്. ഓടി വന്നിട്ട് പറഞ്ഞു, ആസിയ പറയേ റബ്ബ് ഫിർഔനാണ് റബ്ബെന്ന് പറഞ്ഞപ്പോ ഇല്ല എന്റെ റബ്ബിനെ ഞാൻ തള്ളിപ്പറയില്ലെന്ന് പറഞ്ഞ് മലത്തി കിടത്തിയിട്ട് ഭർത്താവ് ൂത്ത് കിടക്കുന്ന ശൂലമെടുത്തിട്ട് മുഖ്യസ്ഥാനത്തിലേക്ക് കുത്തിക്കയറ്റുമ്പോ തന്റെ രഹസ്യാവയവത്തിൽ നിന്ന് രക്തം തടം തല്ലിയാടുകവേ ഭർത്താവ് സംഹാര താണ്ഡവമാടുന്ന പച്ച ശരീരത്തിന്റെ വേദന ശരീരത്തെ കീറി മുറിക്കുമ്പോ മലത്തി കിടത്തിയിട്ട് മുഖ്യസ്ഥാനത്ത് കുന്നം കുത്തിക്കയറ്റിയപ്പോ ആകാശത്തേക്ക് മലന്ന് കിടന്ന് ആസിയാ ബീവി പറഞ്ഞ ഒരു ദുആ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ടല്ലോ. അല്ലാഹുവേ, ആരും അറിയാതെ ഇത്രനാളും നിന്നെ ഞാൻ ആരാധിച്ചു റബ്ബേ, പരസ്യമായ തന്റെ ഭർത്താവിനെ കൊല്ലുകയാണ്. അല്ലാഹുവേ, വേദന എനിക്ക് പ്രശ്നമല്ല, ത്യാഗങ്ങൾ എനിക്ക് പ്രശ്നമല്ല, ഈ ലോകത്തിൽ നിന്ന് വിട പറയാനും എനിക്കും മടിയില്ല. അല്ലാഹ് ഇന്നത്തെ ബൈതൗ ഫിൽ ജന്ന. അല്ലാഹുവേ, നാളെ ഇതിന് പകരം നിന്റെ മുമ്പിൽ ഞാൻ വരുമ്പോ സ്വർഗത്തിലേക്ക് പാർക്കാനൊരു വീട് തരുമോ അല്ലാഹ്? ഒരു വീട് തരുമോ റബ്ബേ? എന്റെ പ്രിയപ്പെട്ട ഈ കൊല്ലൂർ വയപ്പങ്ങളോട് ആധുനിക കാലഘട്ടത്തിൽ ഞാൻ ചേർത്ത് വെക്കുകയാണ് ഈ മഹിളാരംഗത്തെ. മരിക്കുന്ന നേരത്ത് സ്വർഗത്തിലൊരു വീട് ചോദിച്ചപ്പോ അഹിശറയിലെത്തി ഹിസാബ് കഴിഞ്ഞ് സിറാത്ത് കടന്ന് സ്വർഗത്തിലെത്തുമ്പോ അവിടെ ഒരു വീട് വേണമെന്ന് ദുആ ചെയ്തപ്പോ ചെയ്യേണ്ട താമസം മലർന്ന് കടന്നിട്ട് മാറിലേക്ക് കുത്തുകളേറ്റ് നിലവിളിക്കുന്ന ആസിയാ ബീവിയുടെ കണ്ണിന്റെ മുകളിൽ മേഘജാലകങ്ങളുടെ ഇടയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ഒരു മണിമാളിക ഉയർത്തി കാണിച്ചു കൊടുത്തു. ആസിയ, മരണവേദനയിൽ കിടന്നെന്ന് നീ തടയുമ്പോ എനിക്ക് നീ ദുആ ചെയ്ത മാളിക ഇതാണെന്ന് സ്വർഗത്തിൽ ചെന്നിട്ട് കിട്ടേണ്ട സൗഭാഗ്യം മരിക്കുന്ന നേരത്ത് മേഘജാലകങ്ങളുടെ ഇടയിൽ കണ്ടിട്ടാണ് ഫറോവയുടെ പത്നിയായ ആസിയാ ബീവി റളിയല്ലാഹു തആല വിട പറഞ്ഞത്. സഹോദര സഹോദരി, അല്ലാഹു നമുക്ക് ബോധ്യം പെരുമാറാകട്ടെ, അല്ലാഹു ബോധ്യം തരട്ടെ. മരിക്കണമെന്ന് ഉറപ്പാണല്ലോ, ഏത് സമയത്ത് മരിച്ചാലും ആധുനിക കാലഘട്ടത്തിലെ ഫറോവമാരുടെ ഇടയിൽ ഒരാസിയാ ബീവിയായി മാറാൻ, മരിക്കുന്ന നേരത്ത് സ്വർഗം കാണാൻ, ഏത് സമയത്ത് മരിച്ചാലും മരണം എപ്പോഴെന്നറിയില്ലല്ലോ. ഈ കൊല്ലൂരുടെ പള്ളിയുടെ
ഖബർസ്ഥാനിൽ ഒരുങ്ങിക്കിടക്കുന്നുണ്ട് ഖബറില്. ആ ഖബറിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഇനിങ്ങാണ്ട് കൊല്ലൂർ വിളയിൽ നിന്ന് സന്തോഷത്തോടെ യാത്ര ചെയ്ത് മധുരയുടെ ദേശീയപാതയിലൂടെ സഞ്ചരിച്ചു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഫിറോസ് സാഹിബിന്റെ ഭാര്യയും ഉമ്മയും മക്കളും അടങ്ങുന്ന കുടുംബം സഹോദരങ്ങളെ മരണ വീട്ടിലേക്ക് പോയപ്പോ അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയിട്ട് സാന്ത്വന വർത്തമാനം പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ങ്ങളെ കുറിച്ച് അഭിമാനത്തോടെ ഇത് കബീർ വാക്കവി കേരളത്തിന്റെ അകത്തും പുറത്തും പറയും. ഇത് കാരണം എന്തെന്നറിയോ? നാളെ നീ മരിച്ചാലും ഇതേപോലെ നിന്നെ കുറിച്ച് നിന്റെ ഭർത്താവ് പറയണം, നിന്നെ കുറിച്ച് നിന്റെ ഉപ്പ പറയണം, നിന്നെ കുറിച്ച് നിന്റെ മകൻ പറയണം. ഫിറോസ് സാഹിബ് എന്നോട് ചോദിച്ചിരുന്നു. യൂനുസ് സാഹിബ് അടക്കമുള്ളവർ കേട്ടതാ, ഉസ്താദേ എന്റെ ഉമ്മ 4 മണിക്ക് എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതിയിരിക്കാറുണ്ടായിരുന്നു. എന്റെ ഭാര്യ പാതിരാത്രി വരെ ഇബാദത്തിൽ മുഴുകിയപ്പോഴ എന്റെ മോളാണെങ്കിലോ സന്ധിക്കുന്നവൾ ഖുർആൻ ഓതാത്ത ദിനരാത്രങ്ങളില്ല. ദേശീയപാതയിൽ അല്ലാഹു അപകടമാണെന്ന് നൽകിയതെന്ന് പറഞ്ഞപ്പോ എന്റെ ഉമ്മയും എന്റെ ഭാര്യയും എന്റെ പൊന്നുമോളും എനിക്കൊന്ന് കാണാൻ കഴിയാതെ മരിക്കുന്ന നേരത്തെ എന്റെ പൊന്നുമോള് വിളിച്ചിട്ടുണ്ടാവില്ല ഉപ്പാന്ന്. ഭാര്യ വിളിച്ചിട്ടില്ലേ പ്രിയപ്പെട്ട ഭർത്താവിനെ? ഉമ്മ വിളിച്ചിട്ടില്ലേ സക്കറാത്തിന്റെ നേരത്തിൽ പൊന്നുമോനെ എന്ന് കേൾക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. നടുറോഡിൽ കടന്നിട്ടവരും മരിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോ തോളത്ത് തട്ടിയിട്ട് ഞാൻ പറഞ്ഞു, ഫിറോസ് സാഹിബ് ഇത്ര ഇബാദത്തോടെ അവര് ജീവിച്ചവരാണെങ്കിൽ അപകടത്തിൽ വെച്ചാണ് മരിച്ചതെങ്കിൽ അവർക്ക് ഷഹീദിന്റെ പ്രതിഫലം ഉറപ്പാണ്. അപകടത്തിൽ വെച്ച് മരിക്കുന്നവർ ദീനിയായ ചിട്ടയിൽ സഞ്ചരിച്ചവരാണെങ്കിൽ അവർക്ക് ഷഹീദിന്റെ പ്രതിഫലം ഉറപ്പാ. അല്ലാഹുവേ ഖബറിടം വിശാലമാക്കുമാറാകട്ടെ, ഖബറിടം വിശാലമാക്കുമാറാകട്ടെ, ദറജകൾ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. സിദ്ദീഖ് സാഹിബ് പറഞ്ഞ എന്റെ മകന് സഞ്ചാരത്തിന്റെ ഇടയിൽ മരണപ്പെട്ടു പോയി. അല്ലാഹു ഖബറിടം വിശാലമാക്കട്ടെ. സഹോദരങ്ങളെ, പരീക്ഷണങ്ങളാണ് ജീവിതം. ഇന്ന് രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം ഉറങ്ങുമോ ഉറപ്പില്ല. ഭർത്താവ് മരിച്ചതറിയാതെ ഭാര്യ ആശുപത്രിയിൽ കിടക്കുകയാണ്. സ്വന്തം ഭർത്താവ് ഇന്നലെ വരെ 40 ദിവസം എന്റെ കൂടെ ജീവിത പങ്കാളിയായി നടന്നവന് മണ്ണിന്റെ അടിയിലേക്ക് പോയി. ഇനി വിളിച്ചാൽ വിളി കേൾക്കില്ലെന്ന് ഭാര്യക്കറിയില്ല. പൊന്നു സഹോദര, ജീവിതം ഇതാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്ന് കണ്ട് നാളെ വാടും പൂക്കളെ പോലെ. ഈ ജീവിതം പുല്ല് പോലെയാണ്. രാവിലെ തീർത്ത് നിന്ന് ഉച്ചക്ക് വാടി കരഞ്ഞു പോകുന്ന പുല്ലിനെ പോലെ രാവിലെ കടന്നു പോകുമ്പോൾ സുഗന്ധം നൽകി വൈകുന്നേരം തിരിച്ചു വരുമ്പോ വാടിക്കിളക്കുന്ന താമരത്തണ്ട് പോലെ എവിടെയോ ഒരിടത്ത് വിധിയുടെ കളിപ്പാട്ടം പോലെ നമ്മുടെ ജീവിതം ഇങ്ങനെ അവസാനിച്ചു പോകുമ്പോ സഹോദരാ, എങ്ങനെയാണ് ജീവിതത്തിൽ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുക? മരിക്കുന്ന നേരം മോള് ഉപ്പാന്ന് വിളിച്ചിട്ടുണ്ടാവില്ലേ? നമ്മുടെ ഭാര്യയുടെ കാലിൽ മുള്ളു തട്ടിയാൽ ആദ്യം വിളിക്കുന്നത് അവർ നമ്മളെയാണ്. കാരണം ശരീരം രണ്ടെങ്കിലും ഹൃദയം ചേർന്ന് കിടന്നവരാണല്ലോ. അല്ലാഹു നമ്മളെ പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. പൊടുന്നനെയുള്ള മരണങ്ങൾ അല്ലാഹുവേ, കുടുംബസമേതം പാതിരാത്രിയിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു കുല മുഴുവനും പിടിതെടുത്തിട്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഒരു ദുഃഖമല്ല മനുഷ്യൻ അല്ലാഹു ക്ഷമ നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ നടുവിലാണുള്ളത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ മാടി വിളിച്ചു നിൽക്കുമ്പോ എങ്ങനെയാണ് മരിക്കുന്നതെന്ന് പറയാൻ കഴിയാതെ വരുമ്പോ എങ്ങനെയെന്ന് അറിയില്ല. മരണമേത് വഴിയിൽ? ഞാനിപ്പോ ഇങ്ങോട്ട് വരാൻ, കൊല്ലൂർ വിളക്ക് വരാൻ എന്റെ വീട്ടിൽ നിന്ന് യാത്ര ചെയ്യുകയാണ്. വിളിക്കുന്നുണ്ട് സംഘാടകർ. എവിടെ എത്തി? പെട്ടെന്ന് ആദിച്ചനല്ലൂര് കഴിഞ്ഞ് വണ്ടി തുരുതുരാ പായുന്നു. വളവ് തിരിഞ്ഞു വന്നപ്പോ ഒരു 1.5 വയസ്സുള്ള കുട്ടി റോഡിലേക്ക് പെട്ടെന്ന് ചാടിയിറങ്ങി വണ്ടിയുടെ മുമ്പിലേക്ക്. പെട്ടെന്ന് ഞാൻ ഡ്രൈവറെ വിളിച്ച അനസ് വണ്ടി ചവിട്ടി നിർത്തി. ഒരു 1.5 വയസ്സുള്ള കൊച്ചുകുഞ്ഞു വണ്ടിയുടെ മുമ്പിലേക്ക് എടുത്തു ചാടി.
അല്ലാഹുവിന്റെ വലിയൊരു കാവലൊന്നും സംഭവിച്ചില്ല. വണ്ടി നിർത്തി ഇറങ്ങി ഞാനും കൂടെയുള്ള ആളും കൂടി ആ കുഞ്ഞിനെ പിടിച്ചപ്പോ ഒരു വയോവൃദ്ധം വന്ന് ആ കുഞ്ഞിനെ വാരിയെടുത്തു. തിരിഞ്ഞു നോക്കിയിട്ട് അദ്ദേഹം ചോദിക്കുന്നു, മോളവിടെ? അയാളുടെ കൈവിട്ട് കുട്ടി അടുത്ത വണ്ടിയുടെ മുമ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഗേറ്റ് തുറന്നു കിടക്കുന്നു. ഞങ്ങൾ ആ കുഞ്ഞിനെയും എടുത്ത്, ആ പിതാവിന് ഓർമ്മ നഷ്ടപ്പെടുന്ന പിതാവാണ്, എന്തോ രോഗി, ആ 1.5 വയസ്സുള്ള കുഞ്ഞിനെയും എടുത്ത് അപ്പുറത്ത് പോയി വാതിൽ തൊട്ടി വിളിച്ചു. വീട്ടില് പേരെഴുതിയിട്ടുണ്ട് കൃഷ്ണൻകുട്ടി. ആരുമില്ല, ഒരു മകള് മാത്രം. ആ മകളോട് ഞങ്ങളെ കാര്യം പറഞ്ഞപ്പോ എന്റെ മോളെ എന്ന് പറഞ്ഞ് നിലവിളിച്ചോടിയെടുത്തു. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, ഒരൊറ്റ നിമിഷം കൊണ്ട് തകരുന്നതൊരു ജീവിതമല്ലയോ? കയ്യിലിട്ട് താരാട്ട് പാടി 1.5 വയസ്സുള്ള മോളല്ലയോ? അവരുടെ കയ്യിലെ കുഞ്ഞിനെ പിച്ചു കൊടുത്ത് വലിയ ചാരിതാർത്ഥ്യത്തോടെ ഇറങ്ങി വന്നു. സഹോദരങ്ങളെ, ഇതിലെന്ത് വർഗീയതയാണുള്ളത്? കൃഷ്ണൻകുട്ടിയുടെ വീട്ടിൽ പോയി മുട്ടി വിളിക്കാൻ എനിക്ക് ധൈര്യം എന്നത് ഈ മതേതര കേരളത്തിന്റെ മേൽവിലാസമാണ്. അല്ലാഹു ഇതിനെ നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് ജീവിതം ഇങ്ങനെ മാറി മറിഞ്ഞു പോകുമ്പോ സഹോദരി മരിക്കണം ഉറപ്പാണ്. പക്ഷേ മരിക്കുന്ന നേരം ഇമ്രാന്റെ മകളായ മറിയം ബീവിയെ പോലെ ഫറോവയുടെ കൊട്ടാരത്തിൽ അല്ലാഹുവനുസരിച്ച ആസിയ ബീവിയെ പോലെ ലോകമെന്തുമാകട്ടെ, ഏതൊക്കെ പെണ്ണ് എവിടെയൊക്കെ പോയാലും നിനക്കെന്ത് പെങ്ങള്? തലശ്ശേരി കോടതിയുടെ വരാന്തയിൽ റാഹി റാഹി എന്ന ഉപ്പയുടെ നിലവിളി ഉയരുമ്പോ ഇന്നലെ വരെ വളർത്തിക്കൊണ്ടുവന്ന പെണ്ണുമോ ഇന്നലെ കണ്ടവന്റെ കൂടെ കടന്നിറങ്ങി പോകുമ്പോ നെഞ്ചം തകർന്നു നിന്ന് കോടതി വരാന്തയിൽ റാഹി റാഹി പൊന്നുമോളെ എന്ന് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന പാവപ്പെട്ട ഉപ്പ എന്നും നമ്മൾ കേൾക്കുന്നവർ. മരുഭൂമിയിൽ കിടന്ന് കട്ടപ്പെടുന്ന ഭർത്താവിന് വിഷം കൊടുത്തു കൊണ്ടിട്ട് കാമുകന്റെ കൂടെ സുഖിക്കുന്ന ഭാര്യ. ഈ ഫറോവയുടെ കാലഘട്ടത്തിലെല്ലാം കാണുമ്പോ ഇവിടെ അടുത്തെവിടെയാണെന്ന് തോന്നുന്നു പ്രവാസിയായ ഭർത്താവിന്റെ സമ്പാദ്യം കൊണ്ട് കടന്നു കളഞ്ഞ ഭാര്യ കോടതിയിൽ പോകുമ്പോ തന്റെ സമ്പാദ്യം മുഴുവനും കൈക്കലാക്കി അറബി നാടിന്റെ മരുഭൂമിയിൽ കിടന്ന് കട്ടപ്പെട്ട പൈസ ഫുള്ള് കാമുകന്റെ കയ്യിൽ കൊടുത്തിട്ട് കോടതി വരാന്തയിൽ കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോയ ഭാര്യയൊത്ത് പൊട്ടിക്കരയുന്ന പ്രവാസിയായ ഭർത്താവിന്റെ ചിത്രം ഇനി ആധുനിക കാലഘട്ടം കാണുന്നതാണ്. അതിന്റെ ഇടയിൽ ഫറോവയുടെ കൊട്ടാരത്തിൽ ആസിയ ബീവിയെ പോലെ ആസിയ ബീവിക്ക് അല്ലാഹു കൊടുത്ത പ്രതിഫലമേതാ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സൗവജനി റബ്ബി ബിഹിനൈ. നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു എനിക്ക് 2 പെണ്ണുങ്ങളെ വിവാഹം ചെയ്തു തന്നിട്ടുണ്ട്. ഒന്നാരെന്നറിയുമോ? ഒന്ന് മറിയം ബിനത്ത് ഇമ്രാൻ. ഇന്ന് ഇമ്രാന്റെ മകളായ മറിയം ബീവി സ്വർഗ്ഗത്തിൽ എന്റെ ഭാര്യയാണ്. രണ്ടാമത്തെ പെണ്ണ് ആസിയ ബിൻത് മസാഹിം, മസാഹിമിന്റെ മകളായ ആസിയ റളിയല്ലാഹു അൻഹാ. ഫിറോന്റെ ഭാര്യ എന്ന് പറഞ്ഞില്ല, മസാഹിമിന്റെ മകൾ. ഫിറോനിലോട്ട് ചേർത്ത് പറഞ്ഞില്ല. ആസിയ ബിൻത് മസാഹിം, മുസാഹിമിന്റെ മകളായ ആസിയ. ഫറോവ ആസിയ ബീവിയുടെ ഭർത്താവാണെങ്കിലും ഫറോവ ആസിയ ബീവിയുടെ ശരീരത്തിൽ തൊട്ടിട്ടില്ല. അല്ലാഹു തൊടാൻ അവസരം കൊടുത്തിട്ടില്ല. കാരണം ഫറോവ തൊട്ടാൽ നാളെ പുണ്യഭൂമാന്റെ ഭാര്യാ പദവി അലങ്കരിക്കേണ്ടവളല്ലേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹു കൊണ്ട് പെങ്ങളെ ഫറോവയുടെ കൊട്ടാരത്തിന് ആസിയ ആവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. നിങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫറോവമാർ വാണരുളുമ്പോ ആസിയായി ജീവിക്കുക എന്നതാണ് നമ്മുടെ ധർമ്മം. അല്ലാതെ പടച്ചോൻ എന്റെ നാടെങ്ങനെയായി, എന്റെ വീടിങ്ങനെയായി, ഞാൻ അതുകൊണ്ട് ഇങ്ങനെയായി, അള്ളാഹുടെ മുമ്പിൽ രക്ഷയില്ല. ഒരു കഥ കൂടി പറഞ്ഞുതരാം. അള്ളാഹു നമുക്ക് തിരിച്ചു വരാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തിരിച്ചു വരാൻ തൗഫീഖ് നൽകട്ടെ. ലോകത്തെല്ലാവരും സർവ്വതും ഉണ്ടായിട്ടുണ്ട്. ഇല്ലാത്തൊരു സമൂഹം ഉണ്ടായിട്ടില്ല. തെറ്റ് ചെയ്യാത്തൊരു സമൂഹം ഉണ്ടായിട്ടുണ്ടോ? തെറ്റ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഹാബിമാരുടെ ഭാര്യമാര് പോലും തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലേ? അറിയില്ല? ഇതെന്തിട്ട് മനുഷ്യന്മാരാ പടച്ചോനെ. ഇതിങ്ങനെ പറഞ്ഞു പോയ എന്റെ സമയം നീണ്ടുപോകണല്ലാതെ. ഖുർആനിൽ 6 ആയത്ത് ഒന്നിച്ചിറങ്ങിയത് ഈ സംഭവത്തിലാണ്. 6 ആയത്ത് ഒന്നിച്ചങ്ങടിറങ്ങി. സൂറത്ത് നൂർ. സമയമായ സംഭവം പറയണോ?
ഞാനൊരു ചാൻസ് പറയണോ? സമയായി ആയില്ലേ? അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ സദസ്സിനെ നിലനിർത്തി തരട്ടെ. ഇനി കേൾക്കണമെന്ന് പറയുമ്പോഴാണ് കേൾവി പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇത് വെറും ഒരു ആസ്വാദനമാവരുത്. ഈ കേൾവി പ്രയോജനപ്പെടുന്നു. കുറെ സഹോദരിമാർക്ക് പ്രയോജനപ്പെടുന്ന കടിയും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ നമുക്ക് ഏറെയുണ്ട്. തെറ്റ് ചെയ്യാത്തവരാരുമില്ല. പക്ഷെ തെറ്റ് ചെയ്തിട്ട് തെറ്റിനെ മനസ്സിലാക്കി തെറ്റിൽ നിന്ന് മാറുന്നവനാണ് ഏറ്റവും നല്ല വിശ്വാസം. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ആവണം. പടച്ചോനെ, ഞാനിപ്പോ തൊപ്പിയിട്ടിട്ട് നാളെ പള്ളിയിൽ പോയാൽ ആളുകൾ എന്ത് പറയുന്നു വിചാരിക്കുന്നത്? ഞാൻ എൻ്റെ വേഷമൊക്കെ മാറ്റി നല്ലൊരു പെണ്ണായിട്ടാല് ഇനിയിപ്പോ ആളുകൾ എന്ത് പറയും എന്ന് വിചാരിക്കണ്ട. ആളുകളുടെ വാക്ക് നോക്കിയിട്ട് ജീവിക്കാൻ കഴിയില്ല. ഈ അബദ്ധ സഞ്ചാരങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ബാഹ്യമായ കാര്യം കൊണ്ട് അള്ളാഹു നിങ്ങളെ വിളിക്കുന്നുണ്ട്, വരി, ഞാൻ പുറത്തു തരാം, നിങ്ങൾ എന്നിട്ട് ജീവിച്ചോളി, ഞാൻ സ്വർഗം തരാം. നമ്മൾ ചെയ്ത തെറ്റ് ആദ്യം കണ്ടതാരാ? അള്ളാഹു. പക്ഷെ അതിനെ മറച്ചു വെച്ചതാരാ? അള്ളാഹു. അവൻ ഗഫൂറുമാണ്, സത്താറാണ്. സത്താർ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുന്നു. മറച്ചു വെച്ച എന്തിനാ? ആരും അറിയണ്ട. നീ എന്നോട് തൗബ ചെയ്തോളി, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നമ്മളെങ്ങാനും ഒരു തെറ്റ് കിട്ടിയാൽ പിന്നെ ഫേസ്ബുക്കിൽ ഒരു ആഘോഷമാണ്. റോട്ടിൽ കൂടെ പോണവൻ എവിടെയെങ്കിലും വെച്ച് പിടിച്ചു കിട്ടിയാലും മരത്തിട്ടിട്ട് തല്ലാണ്. തല്ലിയിട്ട് പിന്നെ ഫേസ്ബുക്കിൽ ഇടുകയാണ്. എല്ലാത്തിനും നമ്മളുണ്ട്. പക്ഷേ അള്ളാഹു മറച്ചു വെക്കുന്നവർക്ക് ഞാനതൊക്കെ പറയുന്നു. ഒരാൾ തെറ്റ് ചെയ്താൽ അവൻ വ്യഭിചരിച്ചു, അവൻ തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കും. പക്ഷെ അവനെ കുറിച്ച് അപവാദം പറഞ്ഞു നടന്നവനോ? അവിടെ നമ്മൾ ഇതിലൊന്നും പോകണ്ട. അടിച്ചിട്ട് തല്ലുകയാണെങ്കിൽ നമ്മളത് വഴിക്ക് പോകണ്ട. അള്ളാഹു സത്താറാണ്. തെറ്റ് ചെയ്ത് ആദ്യം കണ്ടത് നമ്മളല്ലല്ലോ. അവൻ റോട്ടി ഇറങ്ങിയപ്പോഴല്ലേ നമ്മൾ കണ്ടത്. അവൻ ആ പെണ്ണിന്റെ കൂടെ കിടന്നപ്പോഴും കണ്ടതാരാ? അള്ളയാണ്. അവൻ സത്താറാണ്. അവനത് മറച്ചു വെച്ച് കളഞ്ഞു. നീ എന്തിനാണ് അടിമയത് പരസ്യപ്പെടുത്തിയത്? ഞാൻ ഒരു വ്യഭിചാരത്തെ ന്യായീകരിക്കുകയല്ല. അതിന്റെ തെറ്റിന്റെ ശിക്ഷ അള്ളാഹും അവനും തമ്മിലാണ്. നമ്മൾ അതിൽ പോയി ഇടയിൽ ചാടരുത്. പൊറുക്കപ്പെടാത്ത ചിലപ്പോ മനസ്സിലായില്ല. ഈ വാദമൊന്നും പറ്റൂല ആൾക്ക്. നമ്മളതിന് പെടണ്ട. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മൾ മലക്കാണെങ്കിൽ, നമ്മൾ 100% നല്ലവരാണെങ്കിൽ ഉറപ്പാണ്. ഇത് ഇവിടെ മാത്രമല്ല, ഒറ്റ സംഭവമാണ്. ഇൻഷാല്ലാഹ് പിരിയ 11 മണി വിവരങ്ങളിരിക്കോ? ഇത് ഖുർആൻ നമ്മോട് പറയുന്നതാണ്. എന്തിനാണ് ഖുർആൻ പറയുന്നത്? നമ്മുടെ മനസ്സിൽ കയറാൻ. 6 ആയത്തിറങ്ങി. എവിടെ? സഹാബിയുടെ വീട്ടിൽ നടന്ന സംഭവം. അതുകൊണ്ട് സഹോദരിമാരോട്, സഹോദരങ്ങളോട് ഇതെല്ലാ ജനതയിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ തിരുത്തിയിട്ടുണ്ട്. നമ്മൾ തിരുത്തുന്നില്ല, അതിൽ തന്നെ നിലനിൽക്കുന്നു എന്നതാണ് വസ്തുത. ഒരു കാലം അന്ന് സ്വന്തം ഭാര്യ വേറൊരുത്തന്റെ കൂടെ വ്യഭിചരിക്കുന്നത് ഒരു ഭർത്താവ് കണ്ടാൽ അന്നത്തെ നിയമം ഏറ്റവും കുറഞ്ഞ 4 സാക്ഷികളെ ഹാജരാക്കണം. എത്ര സാക്ഷികൾ? ഭാര്യ വേറൊരാളുടെ കൂടെ വ്യഭിചരിക്കുന്നത് നേരിട്ട് ഭർത്താവ് കണ്ടാൽ ആ ഭർത്താവിനത് പറയാൻ പാടില്ല. പറയണമെങ്കിൽ എത്ര സാക്ഷി? 4. പിറ കണ്ടാൽ എത്ര സാക്ഷി? 2. പിറ കണ്ടാൽ സ്ഥിരീകരിക്കാൻ 2 സാക്ഷി മതി. പിറവിയുടെ കാരണമായി ഇത് നടന്നാൽ 4 സാക്ഷി. 4 സാക്ഷികളില്ലാതെ പറ്റില്ല. 4 സാക്ഷി ഇല്ലാതെ ഭാര്യ വ്യഭിചരിച്ചു എന്ന് ഭർത്താവ് പറഞ്ഞാൽ അയാളെ ചാട്ടവാറിനടിക്കണം. ഇതാണ് നിയമം. ആ നിയമം നിലവിലിരിക്കെയാണ് മദീനയിൽ ഖുർആന്റെ ക്ലാസ് നടക്കുന്നു. മദീന. അള്ളാഹു നമ്മളെ മദീനയിൽ എത്തിക്കട്ടെ. അള്ളാഹു നമ്മളെ മദീനയിൽ എത്തിക്കട്ടെ. ആമീൻ പറഞ്ഞില്ല, ഞാൻ സംഭവം പറയൂല. ഞാൻ വാഹൃദവാനം പറയും. എന്റെ കോട്ട കഴിഞ്ഞ് 2 മണിക്കൂറായി. ഇനി പറയുന്നത് ബോണസാണ്. സാധാരണ 2 മണിക്കൂറാണ് പ്രസംഗം. പിന്നെ നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞു. അത് ബോണസാണ്. ബോണസ് എത്രയാവാന്നുള്ളത് മുതലാളിയുടെ സ്വാതന്ത്ര്യം. ഈ മുതലാളിയുടെ അല്ല, പ്രസിഡന്റിന്റെ. ബോണസ് എത്ര വേണേലും കൊടുക്കാം. അത് അതിന് ആനുപാതികമായി കണക്ക് കൂട്ടപ്പെടുന്നതാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏറ്റവും വലിയ മുതലാളി ആരാ? ഏറ്റവും വലിയ മുതലാളി ആകാശ
ഭൂമിയുടെ ഖജനാവ് അല്ലാഹുവിന്റെ കയ്യിലാണ്. അവനാണ് മുതലാളി. ആ മുതലാളി എന്ത് തരാമെന്ന് വാഗ്ദാനം ചെയ്താലും ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, അല്ലാഹു വാക്കുപാലിക്കുന്നവനാണ്. ആ മുതലാളി വീതിച്ച് തന്നതിൽ നിന്നൊരു കോടാനുകോടിയുടെ ഒരു അംശമാണ് കബീർ ബാക്കവി കിട്ടിയത്, യൂനുസ് കുഞ്ഞാശിമിന് കിട്ടിയത്, അദ്റഹ്മാൻ സാഹിബിന് കിട്ടിയത്, ബാക്കവിക്ക് കിട്ടിയത്, നിങ്ങൾക്ക് കിട്ടിയത്. അതൊക്കെ അള്ളാഹു എന്ന മുതലാളി തന്നതിൽ നിന്ന് ഒരൽപ്പാണ്. അത് അവന്റെ പ്രീതിക്ക് വേണ്ടി ചെലവഴിക്കും. അള്ളാഹു തൗഫീഖ് നൽകി. അള്ളാഹു തൗഫീഖ് നൽകി. അള്ളാഹ് തന്നതി ചെലവഴിക്കും. ഇന്ന് കണ്ട ഒരു സഹോദരനോട് ഉസ്താദിന്റെ മോളുടെ കല്യാണം കഴിഞ്ഞ് നല്ല സന്തോഷത്തോടെ അവള് ജീവിച്ചപ്പോ ഞാൻ മനസ്സിലെ നീയത്തിൽ ഒരു 3 യത്തീമായ പെൺകുട്ടികളെ കെട്ടിച്ചുവിടും. അള്ളാഹു ഒരു ജീവിതത്തിലെ ഖൈറ് നൽകട്ടെ. തന്റെ മോള് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോ ഒരാൾക്ക് ഇങ്ങനെ ചെയ്തു തോന്നിയാൽ ആ മനസ്സിൽ നന്മയുടെ അംശം വച്ചിട്ടില്ലെന്നാണ്. അള്ളാഹു ആ കുടുംബത്തിന് നല്ല ഐശ്വര്യം അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. ആ മോളുടെ കുടുംബത്തെ അള്ളാഹു ഖൈറിലാക്കട്ടെ. ആളെന്ന് ഞാൻ പറയില്ല, ഒരാൾ എന്നോട് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിഞ്ഞാൽ 10 പവന് 50,000 പേര് എത്തിയുമായി കുട്ടിക്ക് കൊടുക്കുന്നു ഉസ്താദ്, 3 പേർക്ക്. എന്തുകൊണ്ട്? അള്ളാഹു അവരുടെ ഭാര്യയുടെ അസുഖം പൂർണ്ണ ശിഫയാക്കി കൊടുക്കട്ടെ. മക്കളെ അള്ളാഹു സാലിഹ്യങ്ങളാക്കി. ഇത് മുതലാളി അവനാണ്. അവൻ തരാൻ തീരുമാനിച്ച വാരിക്കോരി തരും. അവൻ തരാൻ തീരുമാനിച്ചില്ലെങ്കിൽ എത്ര ഓടിയിട്ട് കാര്യം ഉണ്ടാവില്ല. ആ കാലഘട്ടത്തിലെ നിയമം അങ്ങനെയാണ്. ആ നിയമത്തിലാണ് ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കവേ ഈ ആയത്ത് പറഞ്ഞപ്പോ മഹാനായ സയ്യിദ് ബിൻ ഉബാദ റളിയല്ലാഹു തആല എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, സ്വന്തം ഭാര്യമാര് വ്യഭിചരിക്കുന്നത് കണ്ടിട്ട് അത് സാക്ഷ്യപ്പെടുത്താൻ 4 സാക്ഷികൾ വേണമെന്ന് ഖുർആന്റെ നിയമമുണ്ടല്ലോ. ഞങ്ങൾ ഭർത്താക്കന്മാര് വലിയ വിഷമത്തിലാണ് നബിയേ. ഭാര്യമാര് വ്യഭിചരിക്കുന്നത് കണ്ടുകൊണ്ട് കണ്ടിട്ടും 4 സാക്ഷികളെ ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ വ്യഭിചാര സന്തതികളെ ഞങ്ങൾ പേരണമല്ലോ നബിയേ. വ്യഭിചാരത്തിലുണ്ടായ മക്കളെ ഞങ്ങളെ വാപ്പാന്ന് വിളിക്കുമല്ലോ. ഞങ്ങൾക്കത് അപമാനമാണ് യാ റസൂലല്ലാഹ്. മാത്രമല്ല ഭാര്യ വ്യഭിചരിക്കുന്നത് കണ്ടിട്ട് 4 സാക്ഷികളെ ഒപ്പിക്കാൻ അങ്ങാടിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ഇവര് കാര്യം കിടന്ന് പോയിട്ടുണ്ടാകുമല്ലോ നബിയേ. ഇങ്ങനെ തന്നെയാണ് ചോദിച്ചത്. വാക്കവിയുടെ വകയായിട്ടൊന്നും ഇല്ല നബി. ഇത് വലിയൊരു ഇടങ്ങേറാണ്. 4 പേരെ ഒപ്പിച്ചിട്ട് വരുമ്പോ അവരിവിടെ ഉണ്ടാവൂലല്ലോ നബിയെ. എന്ത് രസമാണ് ഖുർആൻ ഇറങ്ങിയ സംഭവമൊക്കെ. സമയമില്ലാതെ ഇത് പറഞ്ഞപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുഞ്ചിരി വന്നു. അൻസാറുകളുടെ നേരെ വിളിച്ചിട്ട് ചോദിച്ചു, അൻസാറുകളെ, അമാ സമയത്തും ഖൗല സയ്യിദിക്കും, നിങ്ങളുടെ നേതാവ് പറയുന്ന ഈ വാക്ക് നിങ്ങൾ കേൾക്കുന്നില്ലേ? സയ്യിദ് ബിൻ ഉബാദ എന്തൊക്കെയാണ് ജനസമക്ഷത്തിൽ വിളിച്ചു പറയുന്നത്? ഇത് കേട്ട അൻസാറുകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, സയ്യിദ് ബിൻ ഉബാദയുടെ വാക്ക് ലഘൂകരിക്കുന്ന നബിയേ. സയ്യിദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ഏറ്റവും മാന്യനാണ്. ഈ സയ്യിദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ഒരു പെണ്ണിനെങ്കിലും തലാഖ് ചൊല്ലിയാൽ സയ്യിദ് ബിൻ ഉബാദ മുടി ചൊല്ലിയ പെണ്ണിനെ പിന്നെ മദീനയിൽ ഞങ്ങൾ ആരും വിവാഹം കഴിക്കില്ല നബിയേ. കാരണം സയ്യിദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ഭാര്യമാരോട് അത്ര സ്നേഹമുള്ള ആളാണ്. സയ്യിദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കഴിയാത്ത ഭാര്യ ഒരു പുരുഷന്റെ കൂടെയും കഴിയില്ല യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾക്ക് സങ്കടമായി. സയ്യിദ് ബിൻ ഉബാദ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട്, പക്ഷേ ഖുർആന്റെ നിയമം മാറ്റാൻ കഴിയില്ലല്ലോ. ആകാശത്തേക്ക് നോക്കി ജിബ്രീൽ വരുന്നില്ല അലൈഹിസ്സലാത്തു വസ്സലാം. ഇങ്ങനെ സദസ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു സഹാബി ഓടി വരുന്നു. മഹാനായ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ്, ഞാൻ മദീനയിലെ പാവപ്പെട്ട കർഷക തൊഴിലാളിയാണ്. രാവിലെ ഈത്തപ്പഴ തോട്ടത്തിൽ പോയി ജോലി ചെയ്തിട്ട് വൈകുന്നേരം തിരിച്ചു വരുമ്പോ അതുകൊണ്ടാണ് ഞാൻ എന്റെ ഭാര്യ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നബിയേ. രാവിലെ ഈത്തപ്പഴത്തോട്ടത്തിൽ പോകും, വൈകുന്നേരം തിരിച്ചു വരും. ഇന്നലെ പതിവ് പോലെ രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വന്നപ്പോ എന്റെ ഭാര്യയുടെ കൂടെ വേറെ ചെറുപ്പക്കാരൻ കിടപ്പറ പങ്കിടുന്നു നബിയേ. അവൾ ഹുമൈസ എന്ന ചെറുപ്പക്കാരന്റെ കൂടെ, അവന്റെ പേര് ഹുമൈസ
ഈസ എന്നാണ്. ബഹുമാനപ്പെട്ട ഹിലാൽ ഇബ്നു ഉമയ്യക്ക് അറിയാവുന്ന ചെറുപ്പക്കാരനാണ്. നല്ലേറെത്തം നബിയെ ഞാനത് കണ്ടു യാ റസൂലല്ലാഹ്. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ഹിലാൽ 4 സാക്ഷികളുണ്ടോ? ഹിലാൽ ഇല്ല നബിയെ. എന്നാൽ നിനക്ക് ചാട്ടവാറടി കിട്ടും ഹിലാലേ. ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞു, നബിയെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന് മാത്രമല്ല ആ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടപ്പോ വികാര പാരവശ്യത്തിൽ അവര് സംസാരിക്കുന്ന സംസാരം സമയത്തിൽ എന്റെ 2 ചെവിയിൽ ഞാൻ കേട്ടു നബിയെ. കണ്ണുകൊണ്ട് കണ്ടെന്ന് മാത്രമല്ല അവരുടെ ശബ്ദം പോലും ചെവിയിൽ കേട്ടതാണ് എന്ന് മഹാനായ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു. എന്താണ് ചെയ്യേണ്ടതറിയില്ല. ആരാണ് ഈ സഹാബി? മഹാനായ ഹിലാൽ ഇബ്നു ഉമയ്യ. ആരാ ഹിലാൽ ഇബ്നു ഉമയ്യ? അറിയോ? ഇല്ല. ഇതാണ് നമ്മുടെ ഖുർആൻ. ഇതൊരു വല്ലാത്ത ഗ്രന്ഥമാണ്. അതറിഞ്ഞാലേ ഈ സംഭവത്തിന്റെ തീവ്രത അറിയൂ. ഇനി നിങ്ങൾ വരീ, ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട 3 പേരിൽ ഒരാൾ വഅല സലാസത്തില്ലദീന ഖുല്ലിഫു തബൂക്ക് യുദ്ധം പോകാൻ റസൂലുള്ളാഹി സഹാബത്തും പോയപ്പോ ഭാര്യയുടെ വർത്തമാനം കേട്ടിട്ട് യുദ്ധത്തിന് പോകാതെ വീട്ടിലിരുന്ന 3 പേരിൽ ഒരാൾ. സൂറത്ത് തൗബ അല്ലേ? വഅല സലാസത്തില്ലദീന ഖുല്ലിഫു. തബൂക്ക് യുദ്ധം അപ്പോൾ ഈ സഹാബിയുടെ പരാതിയുടെ ആഴം മനസ്സിലാവും. തബൂക്ക് യുദ്ധത്തിന് റസൂലുള്ളാഹി സഹാബത്തും പോയപ്പോ 3 സഹാബത്ത് പോയില്ല. ഒന്ന് ഈ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല. അല്ലാഹുവിന്റെ റസൂലിന് ഖുർആൻ ഇറങ്ങുകയാണ്. ആ സമയത്ത് ശരീരത്തിന് ഭാരം കൂടും. ആയിഷ ബീവി റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മടിയിൽ തല വെച്ച് കിടക്കുമ്പോൾ ആകാശത്തിൽ നിന്ന് ജിബ്രീൽ ഖുർആന്റെ ആയത്തിറക്കി കൊടുക്കും. ആയത്തിന്റെ ഭാരം നബി തങ്ങളുടെ ശരീരത്തിലേക്ക് വരുമ്പോ എന്റെ തൊടയെല്ല് പൊട്ടിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയിട്ടുണ്ട്. ആയത്തിറങ്ങുന്ന സമയത്ത് നബി തങ്ങളുടെ ശരീരത്തിന് ഭാരം കൂടുതലാ. ഒട്ടകപ്പുറത്തിരിക്കുമ്പോഴാണ് ആയത്തിറങ്ങുന്നതെങ്കിൽ ആ ഭാരം കൊണ്ട് ഒട്ടകം പോലും വിട്ടുവിട്ടുപോകുമായിരുന്നു എത്രേ. കാരണം ഈ ഖുർആന്റെ ഓരോ ആയത്തും അത്രയേറെ ഭാരമുള്ളതാണ് നബിയെ. ആയത്തിറങ്ങി നബിയെ പറഞ്ഞു കൊടുക്കുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലദീന യർമൂന അസ്വാദഹു വലം യകുൽ ലഹും شهداء إلا أنفسهم فشهادة أحدهم 4 شهادات بالله إنه لمن الصادقين. സ്വന്തം ഭാര്യക്കെതിരെ ഭർത്താവ് വ്യഭിചാര ആരോപണം നടത്തുകയും അയാൾക്ക് 4 സാക്ഷികളെ ഹാജരാക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നൊരവസരം വന്നാൽ ആ സമയത്ത് നബിയെ ചെയ്യേണ്ടത് ഭാര്യ ഭർത്താക്കന്മാര് ജനങ്ങളുടെ നടുവിൽ വെച്ചിട്ട് 4 പ്രാവശ്യം അല്ലാഹുവിനെ സത്യം ചെയ്ത് പറയണം. 4 പ്രാവശ്യം സത്യം ചെയ്ത് പറഞ്ഞതിന് ശേഷം 5ാമത് إن كان من القادمين. അവര് പരസ്പരം ന്യായം ചെയ്യണമെന്ന് പറഞ്ഞാൽ പരസ്പരം അവര് ശാപവാക്കുകൾ പറയണം. അങ്ങോട്ടും ഇങ്ങോട്ടും ശപിക്കണം. അല്ലാഹുവിന്റെ ശാപം ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ പടച്ചറപ്പിന്റെ ശാപവും കോപവും എന്റെ തലയിൽ ഇറങ്ങിക്കൊട്ടെ എന്ന് ഇതേപോലെ സദസ്സിൽ വെച്ച് പറയണം നബിയെ. ആയത്തിറങ്ങി ഹിലാൽ ഇവിടേക്ക് വരൂ. ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. എന്റെ ഭാര്യയോട് വരാൻ പറയൂ ഹിലാൽ. ഭാര്യയെ വിളിച്ചു വരുത്തി ഇതുപോലെ ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിർത്തി 4 സാക്ഷിയെ കിട്ടിയില്ലെങ്കിൽ ഭാര്യയും ഭർത്താവും 4 പ്രാവശ്യം അല്ലാഹുവിൽ സത്യം ചെയ്ത് പറയണം. 5ാമത് ലിആൻ ചെയ്യണം. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. ഒരു മുത്തലാക്കി തീരുന്നു ആ വിഷയം നമുക്ക് പോട്ട്. അതൊക്കെ ഒരു പാർട്സിന്റെ ഒരു ചെറിയ പാർട്സാണ്. അതിന്റെ അപ്പുറത്ത് എത്രയുണ്ട്. വെറുതെ ഒന്നും ഭാര്യയെ കുറിച്ച് അപവാദം പറഞ്ഞുകൂടാ.
ചുമ്മാ എവനേലും ഒരു ഫോണിൽ മിസ് കോൾ അടിച്ചാൽ നീ പോയി കുത്തലാക്ക് എന്ന് പറയാൻ പറ്റൂല. നമ്മൾ എന്തെങ്കിലും കേട്ടിട്ട് ഭാര്യക്ക് ഫോൺ വരികയാണ്, നമ്മൾ അടുത്ത് പോയി അവളറിയാതെ ചെവി കിട്ടും, അപ്പുറത്തൊന്ന് വിളിക്കുകയാണ് പ്ലാനും പദ്ധതിയൊക്കെ മാറ്റം ഉണ്ടോ, ആ നീ തീർന്നു എനിക്ക് രഹസ്യ കാമൂലുണ്ട് തലാക്ക്, വിളിച്ചത് ഐഡിയ എന്ന്. അപ്പൊ നിൽക്കുന്ന പ്ലാൻ മതിയോ അതോ വേറെ ഏതെങ്കിലും താരിഫ് ആണോ എന്നാണ് ചോദിച്ചത്. അതൊന്നും പറ്റില്ല. അവൾക്ക് ഒത്തിരി അവകാശങ്ങളുണ്ട്. ബലാത്കാരമായിട്ട് അവളെ സമ്പത്ത് കൈക്കലാക്കാൻ പുരുഷന്മാരെ നിങ്ങൾക്ക് അധികാരമില്ല. എത്ര സൂറത്തുൻ നിസായിൽ എത്ര നിയമങ്ങൾ പൊട്ടി. 4 പ്രാവശ്യം വല്ലാഹി പറയണം. 5ാമത് രണ്ടുപേരും ഭാര്യ പറയണം, നിങ്ങൾ എന്റെ ഭർത്താവ് പറയണ സത്യമാണെങ്കിൽ ശാപം എന്റെ തല ഇറക്കിക്കോട്ടെ. ഭർത്താവ് പറയും ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ അള്ളാഹുടെ ശാപം ഉറങ്ങാണ്, എന്റെ തലയിൽ ഇറങ്ങട്ടെ എന്ന് പറയണം. പറഞ്ഞു ഹിലാൽ എന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് വരൂ. ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയെ ജനസമക്ഷത്തിൽ എത്തിച്ചു. സൂറത്തുൽ നൂറിന്റെ ആയത്ത് ഇറങ്ങുന്ന പശ്ചാത്തലമാണ് ഞാൻ പറയുന്നത്. ആധുനിക കാലഘട്ടത്തിലെ പെണ്ണിന് മനസ്സിലാവാൻ എത്ര നൂറ്റാണ്ടുകൾക്കും അല്ല ഈ കഥ പറയുകയാണ്, വെറുതെയല്ല കഥ പറയുന്നത്. ലഖദ് കാന ഫീ ഖസസിഹിം ഉലുൽ അൽബാബ്, ഇതിൽ ചിന്തിക്കുന്നവർക്ക് വൃത്താന്തമുണ്ട്. ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വരൂ ഹിലാൽ, അല്ലാഹുവിൽ സത്യം ചെയ്യൂ ഹിലാൽ. നൂറുകണക്കിന് സഹാബത്തിന്റെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് മഹാനായ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു തആല പറഞ്ഞു നബിയെ, 1 വല്ലാഹി എന്റെ ഭാര്യ വ്യഭിചരിച്ചു നബിയെ, 2 വല്ലാഹി ഞാനത് കണ്ടു നബിയെ, 3 വല്ലാഹി എന്റെ ഭാര്യ വ്യഭിചരിച്ചു, 4 വല്ലാഹി പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം എന്റെ ഭാര്യ വ്യഭിചരിച്ചു യാ റസൂലല്ലാഹ്. ജനങ്ങളെ നോക്കി നിൽക്കവേ 4 പ്രാവശ്യം സത്യം ചെയ്തിട്ട് 5ാമത് വൽ ഖാമിസത അന്ന ഗളബല്ലാഹി അലൈഹി ഇൻ കാന മിനൽ കാദിബീൻ. അയാൾ പറയാൻ തുടങ്ങി ഹിലാൽ റളിയല്ലാഹു അൻഹു, 5ാമത് ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ അല്ലാഹുവിന്റെ ശാപം എന്റെ തലയിൽ ഇറങ്ങിക്കോട്ടെ എന്ന് പറയാൻ നാവ് ചലിപ്പിച്ചപ്പോ മറുഭാഗത്തുനിന്ന് ഹബീബായ നബി തങ്ങൾ ഉറക്കെ വിളിച്ചു, ഹിലാൽ ഇത്തഖില്ലാഹ യാ ഹിലാൽ, ഹിലാലേ അല്ലാഹുവിനെ സൂക്ഷിക്കണേ ഹിലാലേ, പടച്ച റബ്ബിനെ പേടിക്കണേ ഹിലാലേ, സിറാത്തിനെ പേടിക്കണേ ഹിലാലേ, പരലോകത്തെ ഭയക്കണേ ഹിലാലേ. പറയാൻ പോകുന്നത് നിസ്സാര കാര്യമല്ല. അല്ലാഹുവിന്റെ ശാപം തലയിലിറങ്ങട്ടെ. ഞാൻ അല്ലാഹു ഒരാളെ ശപിച്ചാലുള്ള പ്രത്യാഘാതം അറിയുമല്ലോ. മല്ലഅനഹുല്ലാഹു വഗളിബ അലൈഹി വജഅല മിൻഹുൽ ഖിറദത വൽ ഖനാസീറ വഅബദത അബൂദ്. അല്ലാഹു ശപിച്ചവരിൽ നിന്നാണ് പന്നിയും പട്ടിയും കോലം മുറിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നിസ്സാരമല്ല. പന്നിയായി കോലം മറിയും, കുരങ്ങായി കോലം മറിഞ്ഞേക്കാം. റബ്ബിന്റെ ശാപം വിലക്ക് വാങ്ങല്ലേ. പറയുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടി ആലോചിക്കുക ഹിലാലോ എന്ന് പറഞ്ഞപ്പോ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞു പോയി. ജനമധ്യത്തിൽ വെച്ച് തന്റെ ഭാര്യയെ കുറിച്ചിട്ടാണ് പറയുന്നത്, ഇന്നലെ വരെ കൂടെ കിടന്നവളെ കുറിച്ച്. അവസാന ഹിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ ഞാൻ പറഞ്ഞത് സത്യമാണ്, ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ അല്ലാഹുവിന്റെ ശാപം എന്റെ തലയിൽ ഇറങ്ങട്ടെ നബിയേ. പൊട്ടിക്കരഞ്ഞ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു തആല സത്യം പൂർത്തിയാക്കി. ജനങ്ങൾ ഇങ്ങനെ പ്രസിച്ചു നിൽക്കവേ വരൂ ഹിലാലിന്റെ ഭാര്യയോട് പറഞ്ഞു, ഹിലാൽ റളിയല്ലാഹു അൻഹു എന്റെ ഭാര്യ ഇതേപോലെ ജനസമക്ഷത്തിൽ വന്നു, സത്യം ചെയ്യ പെണ്ണേ, വല്ലാഹി ഞാൻ വ്യഭിചരിച്ചിട്ടില്ല. 2 വല്ലാഹി ഞാൻ വ്യഭിചരിച്ചിട്ടില്ല. 3 ഹിലാൽ കള്ളം പറയാണ്, ഞാൻ ഉമൈസയുടെ കൂടെ വ്യഭിചരിച്ചിട്ടില്ല. 4 വല്ലാഹി അല്ലാഹുവാണ് സത്യം, ഞാൻ ഒരിക്കലും വ്യഭിചരിച്ചിട്ടില്ല.
സദസ്സൊന്നടങ്കം അത്ഭുതകരമായി നിൽക്കാൻ ആദ്യത്തെ സംഭവമാണ്. ഖുർആന്റെ ആയത്തിറങ്ങിയത് പ്രകാരമുള്ള നടപടിയാണ്. മദീന കാണാത്ത ചരിത്രമില്ലല്ലോ. ആ പെണ്ണ് ശാപവാക്ക് പറയാൻ പോയപ്പോ ഹബീബായ നബി തങ്ങൾ ഇടപെട്ടിട്ട് പറഞ്ഞു, പറയല്ല പെണ്ണേ, ഇത്തക്കില്ല, അള്ളാനെ പേടിക്കണേ, അള്ളാടെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. കള്ളം പറയല്ല പെണ്ണേ, അള്ളാടെ ശാപം വിലക്കുവാൻ നല്ല പെങ്ങളെ. ആ പെണ്ണിത് കേട്ടപ്പോ കുറെ നേരം മൗനിയായി നിന്നു. അവള് നോക്കുമ്പോഴുള്ള ഗോത്രക്കാര് മുമ്പിലുണ്ട്, അവളുടെ മാതാപിതാക്കൾ മുമ്പിലുണ്ട്, അവളുടെ മക്കൾ മുമ്പിലുണ്ട്, അവളുടെ കൂടപ്പിറപ്പുകൾ മുമ്പിലുണ്ട്. അവരുടെ മുഖത്തേക്ക് നോക്കി നിന്ന് ഒരൽപ്പനേരം കഴിഞ്ഞപ്പോ ആ പെണ്ണ് പറഞ്ഞു, എന്റെ സമൂഹത്തെ ഞാൻ ഒരിക്കലും കളങ്കപ്പെടുത്തില്ല, എന്റെ ഗോത്രക്കാരുടെ തല താഴ്ത്തപ്പെടില്ല, എന്റെ മാതാപിതാക്കളെ ഞാൻ അപമാനിക്കില്ല. എന്റെ ഭർത്താവ് പറയുന്നത് സത്യമാണെങ്കിൽ അല്ലാഹുവിന്റെ ശാപം എന്റെ തലയിലിറങ്ങിക്കോട്ടെ, എനിക്കത് പ്രശ്നമില്ലെന്ന് ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ സത്യം ചെയ്തപ്പോ വാവിട്ട് നിലവിളിച്ചു ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു. എന്ത് ചെയ്യണം അറിയില്ല. ആരാണ് കള്ളം പറഞ്ഞത്, ആരാണ് സത്യം പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോടും ഹിലാൽ റളിയല്ലാഹു അൻഹുവിനോടും പറഞ്ഞു, ഹിലാലെ വിഷമിക്കണ്ട, ഈ പെണ്ണ് പോകട്ടെ, അവള് ഗർഭിണിയല്ലേ, 9 മാസം കഴിയട്ടെ, അവള് പ്രസവിക്കുമ്പോൾ നമുക്ക് നോക്കാം. ആ പെണ്ണ് പ്രസവിക്കുന്ന കുഞ്ഞ് അക്ഹലല്ലൈനൈനി, സുറുമയിട്ടതുപോലെ കണ്ണില് സുറുമയിട്ടതുപോലെ കറുകറുത്ത കണ്ണുള്ള കുഞ്ഞാണെങ്കിൽ, അതിന്റെ പൃഷ്ഠഭാഗത്തിന് മാംസമുണ്ടെങ്കിൽ, അതിന്റെ കാൽപാദത്തിന് വീതി കൂടുതലാണെങ്കിൽ, അത് ഹുമൈസായിന്റെ കുട്ടിയാണ്, അതല്ലെങ്കിൽ നിന്റെ കുട്ടിയാണ് ഹിലാല്. സദസ്സ് പിരിഞ്ഞു. 9 മാസം കഴിഞ്ഞ പെണ്ണ് പ്രസവിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് കാണാൻ പോയി. അക്ഹലല്ലൈനൈനി, കറുകറുത്ത സുറുമയിട്ട കണ്ണുപോലെയുള്ള കറുത്ത കണ്ണുള്ള പൃഷ്ഠഭാഗത്തിന് മാംസം മുങ്ങിയ കൽപ്പാടത്തിന് വീട് കൂടിയ കുട്ടിയെ കണ്ടപ്പോ അല്ലാഹുവിന്റെ മുമ്പിൽ സ്തുതി അർപ്പിച്ചു. സഹോദരങ്ങളെ, ഈ സംഭവം ഞാൻ പറഞ്ഞതെന്തെന്നറിയോ? ഇതാരുടെ വീട്ടിലാണ് നടന്നത്? ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ ഭാര്യ, സഹാബിയുടെ ഭാര്യ. ആ പെണ്ണ് തെറ്റ് ചെയ്തിട്ട് പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലും അവൾ കള്ളം പറഞ്ഞത്, എന്റെ ജനങ്ങൾ എന്നെ കുറിച്ച് എന്താണ് വിചാരിക്കുക, നാട്ടുകാരെന്താണ് പറയാ, വാപ്പാടെ ഉമ്മാടെ മുഖത്ത് ഞാൻ എങ്ങനെയാണ് നോക്കുക? പെങ്ങളെ, റബ്ബിലേക്ക് തിരിച്ചു വരാണ്. ഫറോവ കാലഘട്ടത്തിലെ ആസിയാവാൻ ഇതാണ് നിന്റെ തടസ്സമെങ്കിൽ, നാളെ പടച്ചറപ്പിന്റെ മുഖത്ത് നോക്കണ്ടേ, അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കണ്ടേ? ജനത്തിന്റെ മുമ്പിലാണോ? കത്തിക്കാളുന്ന നരകത്തിന്റെ മുമ്പിൽ നിൽക്കണ്ടേ? പടച്ചറപ്പിന്റെ ഹിസാബിനെ നേരിടേണ്ടേ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതത്തിൽ ഒന്നും നമ്മൾ ചിന്തിക്കണ്ട. ഈ ആധുനിക കാലഘട്ടത്തിൽ ആസിയാ ബീവിയെ പോലെ എനിക്ക് സ്വർഗം നേടണമെന്ന് ഈ ആസിയയിൽ പറഞ്ഞ ഹബീബ് നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ പോലെ എനിക്ക് സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലണമെന്ന്, എന്റെ ജീവിതം എങ്ങനെയായാലും എന്റെ ജീവിതം എനിക്ക് ഏറ്റവും നല്ല ജീവിതമായി മാറണമെന്ന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ, ആമീൻ പറ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഞാൻ എന്റെ സഹോദരങ്ങളോട്, ഇനി നമ്മൾ ഒരല്പം പറഞ്ഞിട്ട് ദുആയിലേക്ക് കടക്കാണ്. ഇനി ആരും എഴുന്നേക്കാൻ പാടില്ല.